ഇസ്രായേലിനെതിരെ സൗദി അറേബ്യ ആഞ്ഞടിക്കുന്നു. ഇടയ്ക്കിടെ ഇങ്ങനെ ആഞ്ഞടിച്ചില്ലെങ്കിൽ ഫലസ്തീൻ വിഷയത്തിൽ സൗദിക്ക് താല്പര്യമില്ല എന്നും ഗാസ കൂട്ടക്കുരുതിക്ക് നേരെ സൗദി കണ്ണടക്കുന്നു എന്നുമുള്ള ആരോപണങ്ങൾ നേരിടാൻ പ്രയാസപ്പെടും. ഇപ്പോൾ സൗദി ആഞ്ഞടിച്ചത് ഗാസ കൂട്ടക്കുരുതിക്കെതിരെയല്ല, ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ അവരുടെ ആളുകളുടെ കുടിയേറ്റം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും എതിരെയാണ്. വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് സൗദി അറേബ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ എന്ത് മുന്നറിയിപ്പാണെന്നും ഇസ്രായേൽ തങ്ങളുടെ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ എന്ത് തിരിച്ചടിയാണ് സൗദി അറേബ്യ നൽകാൻ പോകുന്നത് എന്ന് മാത്രം ആരും ചോദിക്കരുത്. എന്നാൽ നെതന്യാഹുവിന്റെ ഗാസ യുദ്ധാനന്തര പദ്ധതി വളരെ വ്യക്തമാണ്. ഈ വർഷം ഫെബ്രുവരി മാസം തന്നെ അദ്ദേഹം ഈ കാര്യം ഇസ്രായേൽ ജനതയോട് വെളിപ്പെടുത്തിയതുമാണ്. ഒന്നാമത്തെ പദ്ധതി ഗാസയെ പൂർണ്ണമായും ആയുധ മുക്തമാക്കുകയും ഭീകര സംഘടനകളുമായി ബന്ധമില്ലാത്ത ഒരു മതേതര സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ പദ്ധതി. മേഖലയിലെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൂർണ്ണമായും ഇസ്രായേലിന്റെ സ്വാധീനത്തിന് കീഴിലാക്കുക. യുദ്ധാനന്തര ഗാസയെ അന്താരാഷ്ട്ര ഏജൻസികളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് അനുവദിക്കുകയില്ല. രണ്ടാമത്തെ പദ്ധതി വെസ്റ്റ് ബാങ്കിൽ നിലവിലുള്ള ഫലസ്തീൻ ഭൂരിപക്ഷ പ്രദേശങ്ങളെ യഹൂദി ഭൂരിപക്ഷ പ്രദേശങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് ജൂത കുടിയേറ്റം വ്യാപകമാക്കുക എന്നതാണ് രണ്ടാമത്തെ പദ്ധതി. വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം വ്യാപിപ്പിക്കുന്നതിന് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലുള്ള 5 ഇല്ലീഗൽ കുടിയേറ്റ പ്രദേശങ്ങളുടെ സെറ്റിൽമെന്റിനെ നിയമവിധേയമാക്കുവാനുള്ള നീക്കവുമായി നിലവിൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഫലസ്തീൻകാരായ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ കുടിയേറ്റ വ്യാപന പദ്ധതിയാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് നിയമവിരുദ്ധ ഹൗസിംഗ് യൂണിറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡറുകൾ കൂടി വിളിക്കുവാൻ ഇസ്രായേൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കൂടി അറിയുമ്പോൾ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ തന്നെ സാവധാനത്തിൽ മായ്ച്ചു കളയുവാനുള്ള ശക്തമായ പദ്ധതികളാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഫലസ്തീൻ ഭരണകൂടത്തെ നീക്കം ചെയ്ത് ഇസ്രായേൽ അനുഭാവമുള്ള ഇസ്രായേൽ വിധേയത്വമുള്ള ഒരു ഭരണകൂടത്തെ വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിക്കുവാനും ഗാസയെ ആ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനുമാണ് ഇസ്രായേൽ പദ്ധതി. അതിന്റെ മുന്നോടിയായി ഭരണ നേതാക്കളെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപരോധങ്ങൾക്ക് വിധേയമാക്കുവാനും അവരുടെ വിദേശ യാത്രകളെ നിയന്ത്രിക്കുവാനുമുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായി നിലവിൽ തെക്ക് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റി അഥവാ PAയെ നിഷ്കാസനം ചെയ്യുവാനും നീക്കമുണ്ട്. ഇത് 1990 ഓസ്ലോ കരാറിന്റെ ലംഘനമാണെന്ന് 22 അംഗ അറബ് ലീഗ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഗാസയിൽ ഇസ്രായേൽ കൂടുതൽ അധിനിവേശം നടത്തുന്നത് തീവ്രവാദത്തെ വളർത്തുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക നടത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നിലവിലുള്ള ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളെ വിപുലപ്പെടുത്തുവാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി പ്രദേശത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കുമെന്നും അമേരിക്ക താക്കീത് ചെയ്തു. അതുകൊണ്ട് അത്തരം പദ്ധതികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകരുതെന്നുമാണ് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഗാസ ആക്രമണം പെട്ടെന്നുണ്ടായ ഒരു ആശയമല്ല, വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഹമാസിന്റെ ആക്രമണം ഒരു നിമിത്തമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ.